ശ്രീമദ്ഭാഗവതം കീ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഇപ്പോൾ അംബരീഷ ചരിതമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഭഗവാനെ ഏറ്റവും എളുപ്പത്തിൽ ഏത് രീതിയിൽ സമീപിക്കാൻ സാധിക്കും. കാരണം പണ്ട് മുതലേ വ്യത്യസ്തമായ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിനെ അന്വേഷിച്ചിട്ടുണ്ട്. വനങ്ങളിൽ ചെന്ന് തപസ്യനുഷ്ഠിച്ചു, ചിലർ വേദങ്ങളെല്ലാം ഗ്രഹിച്ചു, ചിലർ വിഗ്രഹ ആരാധന ചെയ്തു, ചിലർ നാമജപത്തിൽ കൂടെയും ദൈവത്തിനെ കാണാനും ഭഗവാന്റെ അടുത്ത് എത്താനും അനേകം മാർഗങ്ങളുണ്ട്. കർമ്മയോഗം, കർമ്മസന്യാസയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അഷ്ടാംഗയോഗം, ഇങ്ങനെ അനേകം മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചില മാർഗം വളരെ എളുപ്പമാണ് ഭഗവാന്റെ അടുത്ത് പോകാൻ, ചില മാർഗം വളരെ പ്രയാസമുള്ളതാണ്. ഗുരുവായൂർ തന്നെ ഇതിനൊരു സാക്ഷിയാണ്. ഒരു ചെറിയ മത്സരം പൂന്താനത്തിനില്ലായിരുന്നു, പക്ഷെ മേൽപ്പത്തൂരിനൊരു ചെറിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആരുടെ അടുത്ത്? പൂന്താനത്തിൻ്റെ അടുത്ത്. അത് ഭഗവാൻ തന്നെ സ്വയം വന്ന് തെളിയിക്കുകയും ചെയ്തു. മേൽപ്പത്തൂരുടെ വിഭക്തി ജ്ഞാനത്തിനേക്കാളും ഭഗവാന് കൂടുതൽ ഏതാ ഇഷ്ടപ്പെട്ടത്? പൂന്താനത്തിൻ്റെ ഭക്തി. അതായത് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കണ്ടിട്ടുണ്ടോ, നമുക്ക് ചിലരെ സമീപിക്കാൻ സാധിക്കില്ല. അവരടുത്ത് ചെന്ന് എളുപ്പത്തിൽ സംസാരിക്കാനോ അവരുമായിട്ട് ഇടപഴകാനോ നമുക്ക് പറ്റില്ല. ചിലര് എപ്പോഴും ആ ഉയരത്തിലുണ്ടാകും. നമ്മൾ ചെന്നിട്ട് നമസ്കാരം, നമസ്കാരം, എന്താ, അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടിട്ടുണ്ടോ? പാലക്കാട് പ്രദേശത്ത് അങ്ങനെ ഉള്ളവരുണ്ടോ? ഉണ്ടല്ലേ. അതായത് യഥാർത്ഥ ഉയർന്നവൻ ആരാന്ന് വെച്ചാൽ എല്ലാവർക്കും ലഭ്യമായിരിക്കണം, ഇല്ലേ? ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഭഗവാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുക. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ, തൊഴുതോ, പോയിക്കോ, നീ വന്നോ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ സാധിക്കുമോ? ജനങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ട്. ഞാൻ ഉയർന്നവനാണ് എന്ന് സ്വയം ചിന്തിക്കുക. നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് റോട്ടിൽ നടക്കുമ്പോൾ ലോകമേ എന്നെയാണ് നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ ആരും നോക്കാറില്ല. എല്ലാരെ വാലിലും തീ പിടിച്ചിരിക്കുക. അവരവരെ ജീവിത ഓട്ടത്തിലാണ്. അപ്പൊ ചിലരിങ്ങനെ ഉയർന്നു നിൽക്കും, മറ്റുള്ളവർക്ക് ലഭ്യമാവുകയില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഇറങ്ങി അങ്ങോട്ട്. നമുക്ക് ചിലപ്പം ചെറിയ അഹങ്കാരമുണ്ട്. തലേന്ന് നല്ലോണം സംസാരിച്ച് ചിരിച്ചിട്ട് പോയിട്ട് അടുത്ത ദിവസം രാവിലെ ആവുമ്പോൾ മനസ്സ് പറയും അവര് ചിരിച്ചാ പിന്നെ ചിരിച്ചാ മതി. സമയത്ത് എവിടെ നിർത്തി? ചിലപ്പം മനസ്സ് പറയും അവര് ചിരിച്ചാ മതി. അവര് വിഷ് ചെയ്താൽ, നമസ്കാരം പറഞ്ഞാൽ, ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് ആദ്യം പറയണം. കാരണം പറഞ്ഞാൽ നമ്മുടെ സ്വത്തെല്ലാം പോകുമല്ലോ, ആസ്തിയെല്ലാം പോകും. ഇങ്ങനെ ഉപദേശിച്ച മനസ്സ് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. എല്ലാവർക്കും ഒരു കുരങ്ങാണ് ഈ സാധനം അകത്തുള്ളത്. ചിരിക്കാൻ ഒന്നിനും അനുവദിക്കില്ല. അതൊരു വല്ലാത്തൊരിതാണ്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കും.
അമ്പലത്തിനകത്തിരിക്കും, ഭക്തജനങ്ങളെല്ലാം തൊഴാൻ വരും. അങ്ങനെ ചില മടിയന്മാര് മഹാത്മാക്കൾ വരാണ്ടാകുമ്പോൾ ഭഗവാൻ ശീവേലി എന്ന പേരിൽ പുറത്ത് അവരെ കാണാൻ വരും. എന്നാൽ ചിലർ അമ്പലം മതിലിൻ്റെ അടുത്ത് പോലും വരില്ല, വീണ്ടും നീങ്ങിയിരിക്കും. അവരെ കാണാൻ ആറാട്ട് എന്ന പേരിൽ അവരെ കാണാൻ അങ്ങ് കൊളക്കടവ് വരെ പോകും. ഇറങ്ങി ചെല്ലുകയാണ്. എന്നാലും ചില കൂട്ടരും നന്നാവുകയില്ല, അവരെ ഹൃദയത്തിൽ കയറി അങ്ങ് ഇരിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർ അർജുന തിഷ്ടത്തി. അർജുന, എന്നേക്കാളും ഉത്തമനായ സുഹൃത്ത് നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടത്തില്ല. ഓരോ ജന്തുജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഞാൻ പരമാത്മാവായി വസിക്കുന്നു. സുഹൃതം സർവഭൂതാനാം, ഞാനാണ് എല്ലാവരുടെയും ഉത്തമനായ സുഹൃത്ത്. ജ്ഞാത്വാ മാം, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശാന്തിം ഋച്ഛതി, നിന്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും. ഏറ്റവും ഉയർന്ന ഒരു സുഹൃത്താണ് ഭഗവാൻ. ഹൃദയത്തിലുണ്ട്. ഇംഗ്ലീഷിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഫ്രണ്ട്. വേറെ വാക്കുകളുണ്ടോ? സുഹൃത്തിന് ഒറ്റ വാക്കേ ഇംഗ്ലീഷിലുള്ളൂ. എന്താണ്? ഫ്രണ്ട്. സംസ്കൃതത്തിൽ ബന്ധു, മിത്ര, സഖ, സുഹൃത്ത് 4 വാക്കുകളുണ്ട്. ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. ഇത് 4ഉം ഭഗവാൻ ഗീതയിൽ അർജുനന്റെ അടുത്ത് ഉപദേശിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ഭക്തോസിമേ സഖാചേത്തി, ഭക്തന്മാരിൽ വെച്ച് നീ എൻ്റെ സഖാവാണ്. ഈ വാക്ക് കമ്മ്യൂണിസ്റ്റുകാർ മോഷ്ടിച്ചുകൊണ്ട് പോയി. പക്ഷെ ആദ്യം ഭഗവാൻ അർജുനന്റെ അടുത്ത് ഉപയോഗിച്ച വാക്കാണ് ഏതാ? സഖാവ്. ഭക്തോസിമേ സഖാചേത്തി, ഭക്തന്മാരിൽ വെച്ച് നീ എൻ്റെ സഖാവാണ്. സുഹൃതം സർവഭൂതാനാം. ഇങ്ങനെ ഫ്രണ്ടിന് 4 പദം, 4 വാക്കുകളുണ്ട്. എന്തൊക്കെയാണ്? നല്ല കഥയാണ്. ബന്ധു അല്ല, തെറ്റി. ബന്ധു, മിത്ര, സഖ. ആരാണ് ബന്ധു? കല്യാണ വീട്ടിൽ കാണുമ്പോൾ കണ്ട ഉടനെ കുറേ ദിവസമല്ലേ കണ്ടിട്ട്, മെലിഞ്ഞിരിക്കണല്ലോ, വണ്ണം വെച്ചല്ലോ, സുഖമാണോ, വീട്ടിലെല്ലാവർക്കും സുഖമാണോ, മക്കളൊക്കെ സുഖമാണോ, പോയി. നമ്മളെക്കുറിച്ച് അവർ ഓർക്കത്തു പോലും ഇല്ല. വെറും ഹൃദയത്തിലിരുന്ന് വരാതെ വാക്കുകൾ നാവിൻ്റെ തുമ്പത്തിലിരുന്ന് അത് യഥാർത്ഥത്തിൽ അനുഭവിച്ച് ഉൾക്കൊണ്ട് സത്യവാക്കുകളല്ല. കവാലയിലും ചന്തയിലും റോഡിലൊക്കെ കാണുന്ന സമയത്ത് പിന്നെ എന്താ കൊണ്ട് വിശേഷം, അല്ല ഞാൻ ഇന്നലെ വിചാരിച്ചതേ ഉള്ളൂ, എവിടെ ഒന്നുമില്ല. ഇവരാണ് ആരാ? ബന്ധുക്കൾ. ആൾക്കൂട്ടത്തിൽ അല്പം സ്നേഹം കാണിക്കുന്നത്. അങ്ങനത്തെ ബന്ധുക്കൾ നമുക്കുണ്ടോ? ഉണ്ടോ? ഇനി ഒരു പടി ഉയർന്നാൽ മിത്ര. വിഷമിക്കണ്ട, എന്തുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കാണും. അങ്ങനെ അല്ല, അത് ബന്ധു വെറുതെ പറയും. മിത്ര നമ്മളെ കൂടെ വരും. എല്ലാ ആവശ്യങ്ങൾക്കും എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം, ഫോൺ എടുക്കും. ചിലരുണ്ട് ആവശ്യത്തിന് വിളിക്കുമ്പോൾ മാത്രം എടുക്കില്ല. അവനെ വിശ്വസിക്കാം, എനിക്ക് പെട്ടെന്നൊരു ചെറിയ പൈസയുടെ ആവശ്യം, അവനെ വിശ്വസിക്കാം, എന്തെങ്കിലും സഹായം ചെയ്യും. എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരുത്തന മിത്ര. വിശ്വാമിത്രന്റെ പഴയ പേരെന്താ? ആ രാജാവിൻ്റെ പഴയ പേര് വിശ്വാമിത്രൻ രാജാവായി അഹങ്കാരം പിടിച്ച് നടന്ന കാലം കാമധേനു പശുവിനെയൊക്കെ ബന്ധിച്ച് കൊണ്ടുപോയി വസിഷ്ഠന്റെ ആശ്രമത്തിലിരുന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താ? കൗശികൻ രാജ. എല്ലാവർക്കും അറിയാം. ഓഫ് ചെയ്യണോ? രാജാവിൻ്റെ പേര് കൗശികൻ. എനിക്ക് സ്വയം എൻ്റെ കാര്യം അവൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥനായിരുന്നു. പക്ഷെ പിന്നീട് വസിഷ്ഠരെ തോൽപ്പിക്കാൻ വേണ്ടി തപസ്യയിരുന്നെങ്കിലും വലിയ മനമാറ്റം സംഭവിച്ച് മറ്റുള്ളവരുടെ അഭ്യുദയകാംക്ഷിയായി മാറി. അപ്പോൾ കൗശികൻ വിശ്വാമിത്രനായി മാറി. മിത്രൻ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ,
പോകാം. അവരെ വിശ്വസിച്ച് ഏത് കാര്യത്തിനും പോകാം, എന്താവശ്യത്തിനും പോകാം, എന്തെങ്കിലും നന്മകൾ ഉണ്ടാക്കും, ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് മിത്ര. നിങ്ങളുടെ ജീവിതത്തിൽ മിത്രന്മാരുണ്ടോ? മിത്രങ്ങളുണ്ടോ? എത്ര പേർക്ക് അങ്ങനെ ഉറപ്പായിട്ട് മിത്രം ഉണ്ട്? ആരാന്ന് ചോദിച്ചാൽ അമ്മയാണെന്നൊന്നും പറയരുത്. അമ്മ പൊതുവേ എല്ലാ മക്കളുടെയും മിത്രമാണ്. അല്ലാതെ ഉള്ളവരുണ്ട്. എത്ര പേർക്ക്? ഒന്നും കൂടെ കൈ ഉയർത്തിക്കോ. ഓ, കുറച്ച് പേർക്കുണ്ട്. എത്ര പേർക്ക് ഉറപ്പായിട്ട് പറയാൻ എനിക്കാരും ഇല്ല അങ്ങനെ? അതിനാരും അതിനുണ്ട് മിത്ര. ഇനി അതിലിരുന്ന് ഒരു പടി ഉയർന്നത് സഖാവ്. എല്ലാത്തിനും തോളോട് തോൾ ചേർന്ന് നിൽക്കും. നല്ലതിനും ചീത്തയ്ക്കും എല്ലാത്തിനും തോളോട് ഞാനുണ്ട്, നീ ആരാ കൈ കാണിച്ചാൽ മതി, ഞാൻ ബാക്കി നോക്കിക്കോളാം. എല്ലാത്തിനും അങ്ങനെ ഒരു സഖാവിനെ ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണ്. അർജുനന് കൃഷ്ണനുണ്ടായിരുന്നു അങ്ങനെ. എല്ലാത്തിനും അർജുനൻ 12 വർഷം വനവാസം പോയപ്പോ ആദ്യം പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് വന്നത് കൃഷ്ണനാണ്. എന്താ 12 വർഷം അർജുനൻ വനവാസം പോണു, ഞാനും പോവാന്ന് പറഞ്ഞിട്ട്. സഖാവ് എല്ലാത്തിനും കൂടെ ധൈര്യമായിട്ട് അങ്ങനെ തോളോട് തോൾ ചേർന്ന് എന്തിനും നിൽക്കുന്ന ഒരാൾ. അങ്ങനത്തെ സഖാക്കൾ ജീവിതത്തിലുണ്ടോ? 1, കൈ കുറഞ്ഞു. 2, 3, 4, 5, 6. ഇനി 4ാമത്തത് സുഹൃത്ത്, ഒരു ഹൃദയത്തിനെ പങ്കുവച്ചവർ. സഹോദരൻ സഹോദരി എന്ന് പറയുമ്പോൾ ഒരു ഉദരം, ഒരു ഗർഭപാത്രത്തിനെ പങ്കുവച്ചവർ. സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു ഹൃദയത്തിനെ പങ്കുവച്ചവർ. അവരുടെ ജീവിതം നശിപ്പിച്ചെങ്കിലും നമ്മുടെ ജീവിതം നന്നാക്കാനായി ഇറങ്ങിത്തിരിക്കും. ഭാഗവതത്തിൽ യഥാ വ്രജഗോപികാനാം, ഗോപസ്ത്രീകളെയാ ഉദാഹരണമായി പറയുന്നത്. കാരണം കൃഷ്ണ ഭഗവാന് തലവേദന വന്നു. എന്താ മരുന്ന് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പരമഭക്തരുടെ പാദത്തിലുള്ള മണ്ണെടുത്ത് തലയിൽ ധൂളി, ചരണരേത്തു പാദധൂളി, പാദത്തിലുള്ള മണ്ണെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തലവേദന മാറും. കൃഷ്ണ ഭഗവാൻ നാരദ മഹർഷി എടുത്ത് ചോദിച്ചു പാദത്തിലുള്ള മണ്ണ് തരാൻ. നാരദ മഹർഷി പറഞ്ഞു, അത് ശരി, ഇത് കൊടുത്തിട്ട് വേണം ഞാൻ നരകത്തിൽ പോവാൻ, ഞാൻ തരില്ല. ആര് തരാൻ മുന്നോട്ട് വന്നു? ഗോപസ്ത്രീകൾ. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, നിങ്ങളെല്ലാം നരകത്തിലേക്ക് പോവില്ലേ? ഞങ്ങൾ നരകത്തിലോ സ്വർഗ്ഗം എവിടെ പോയാലും കുഴപ്പമില്ല. ആരുടെ തലവേദന മാറണം? ഭഗവാന്റെ. അവന്റെ ജീവിതം നശിച്ചാലും സുഹൃത്തിന്റെ ജീവിതം ഉത്തമമായി ഉയർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സുഹൃത്ത്. അങ്ങനത്തെ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? മാതാജിക്ക് മലയാളം മനസ്സിലാവല്ലേ? ആണല്ലേ? ശരി. എന്തായാലും എനിക്കില്ല. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എന്താണെന്ന് മനസ്സിലായോ? ശരി. അപ്പൊ ഇങ്ങനെയൊക്കെ ലഭിക്കുന്നത് മഹാഭാഗ്യമാണ്. അപ്പോ ഭഗവാനാ പറയുന്നത് സുഹൃതം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും ഉത്തമനായ സുഹൃത്താ ഞാൻ എന്ന് പറയും. അത്രയും ഉയർന്ന സ്ഥാനം ഭഗവാൻ പ്രജകൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഇറങ്ങി വന്ന് എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അഥവാ നമ്മളിങ്ങനെ ഒരു സ്വഭാവം പരിശീലിക്കുമെങ്കിൽ അത് ഉപേക്ഷിക്കണം. എന്ത് സ്വഭാവം? ആരെങ്കിലും വരുമ്പോൾ മനസ്സുകൊണ്ട് ഒരു പടി ഉയർന്ന് നിന്നിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഒരു ഡിസ്റ്റൻസ്, ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ? അത് നല്ലതല്ല. ഒരു ആത്മീകവാദിക്ക് ഒരിക്കലും നല്ലതല്ല. കാരണം ഭഗവാൻ എത്രയോ പടി ഇറങ്ങി വരിക. പൊതുവേ ആചാര്യന്മാര് പറയും, ഈശ്വരനെ നോക്കി നമ്മൾ ഒരു പടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 10 പടി ഇറങ്ങി വരും എന്നാ പറയുന്നത്. ശരി, ആ ദൈവത്തിനെ സമീപിക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷേ ഭഗവാന് എളുപ്പമായ മാർഗമാണ് എപ്പോഴും ഇഷ്ടം. ഒരുപാട് ചുറ്റി വളയ്ക്കാതെ എളുപ്പമായ മാർഗം. ഇവിടെ 2 പേരാണ് ഇതിന് ഉദാഹരണം. ഒന്ന് അംബരീഷ രാജാവും ഇനിയൊന്ന് ദുർവാസാവും. ഈ ദുർവാസ മുനി ഒരു പ്രത്യേക കഥാപാത്രമാണ്. നേരെ പോയാലും ശാപം കിട്ടും, കുറുകെ പോയാലും ശാപം കിട്ടും.
ദുർവാസാവിനെ പ്രീതിപ്പെടുത്താനേ സാധിക്കില്ല. വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിലാരെങ്കിലും ഉണ്ടോ ദുർവാസാക്കന്മാർ? ഒരു രക്ഷയില്ല. അവരെ ചിരിപ്പിക്കാനും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ ചിലരുണ്ടാകും. വാശിക്ക് അങ്ങനെ നിൽക്കും. ദുർവാസാവും അതുപോലത്തെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രപഞ്ചത്തിൽ 2 പേരെ അനുഗ്രഹിച്ചിട്ടുള്ളൂ. ഒന്ന് കുന്തി മഹാറാണി. കുന്തിയുടെ കാര്യം ആദ്യത്തെ ദിവസം പറഞ്ഞു, ഓർക്കുന്നുണ്ടോന്നറിയില്ല. പിന്നെ രാധാദേവി, രാധാറാണിയെ അനുഗ്രഹിച്ചു. വേറെ ബാക്കിയുള്ള എല്ലാവർക്കും ശാപം മാത്രമേ ഉള്ളൂ. അപ്പോ ദുർവാസാവ് നേരെ എന്താ പറയാ, വൃന്ദാവനത്തിൽ 12 വനങ്ങളിൽ യമുനാതീരത്തുള്ള മധുവനം, ഈ മധുവനത്താണ് പണ്ട് ധ്രുവനും തപസ് ചെയ്യുന്നത്. ആ മധുവനത്ത് അംബരീഷ രാജാവ് ഏകാദശി വ്രതം എടുക്കുന്നുണ്ട്. വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ വ്രതം ഏകാദശി വ്രതം. ഭഗവാൻ ഹരിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നല്ല. 2 ആഴ്ചയിൽ ഒരിക്കൽ 9 ധാന്യങ്ങൾ ഒഴിവാക്കണം. ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇതിന് ഇടയ്ക്കൊരു റെസ്റ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എന്നും അതിനകത്ത് പുട്ടും നേന്ത്രപ്പഴവും എല്ലാം ഇട്ട് കുനിയാൻ പറ്റില്ല. കുനിഞ്ഞാൽ പുറത്ത് വരും. ഈ ഒരു സിസ്റ്റത്തിന് ഒരു 2 ആഴ്ചയിൽ ഒരിക്കൽ, അത് മെഡിക്കൽ സയൻസിലും നല്ലതാണ് റെസ്റ്റ് കൊടുക്കുന്നത്. മതപരമായിട്ടും നല്ലതാണ് ഏകാദശി വ്രതം എടുക്കുന്നത്. ആധ്യാത്മികമായിട്ടും ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. മതപരമായിട്ട് എന്താണ്? ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഇടയ്ക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കും. മതപരമായി ഏകാദശിക്ക് എന്താണ് കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, 11-ാം ചന്ദ്രന്റെ 11-ാം ദിവസം ചന്ദ്രന്റെ വിഷക്കിരണങ്ങൾ ധാന്യത്തിൽ ഇരിക്കും. നവധാന്യങ്ങൾ, നവരത്നങ്ങൾ, ഇവ തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ട്. അപ്പോ ഈ ധാന്യങ്ങൾ എന്ത് ചെയ്യും? 11-ാം ദിവസം ചന്ദ്രന്റെ വിഷക്കിരണങ്ങളെല്ലാം എതിൽ സ്റ്റോറാകും? ധാന്യങ്ങളിൽ ഇരിക്കും. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു 11-ാം ദിവസം ധാന്യം കഴിക്കേണ്ട. ചന്ദ്രന്റെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി. 11-ാം ദിവസം ധാന്യം കഴിക്കേണ്ട. 9 ധാന്യം, അരി, ഗോതമ്പ്, രാഗി, ചോളം, അങ്ങനെ മൊത്തം 9, പയറ്, 9 ധാന്യം കഴിക്കുക. അല്ലാതെ പഴങ്ങളൊക്കെ കഴിക്കാം, പാല് കുടിക്കാം ആ ഒരു ദിവസം. പിന്നെ ആധ്യാത്മികമായി എന്തെന്ന് വെച്ചാൽ, ഹരിഭക്തന്മാർ അന്നത്തെ ദിവസം ഉപവാസം ഇരുന്ന് ഭഗവാന്റെ നാമം അധികമായി ചൊല്ലുന്ന കൊണ്ട് ഭഗവാനും ഏകാദശി വലിയ ഇഷ്ടമാണ്. അങ്ങനെ അംബരീഷ് രാജൻ ഏകാദശി വ്രതം എടുക്കുന്നു. അംബരീഷ് രാജൻ കുറച്ച് കഠിനമായിട്ടാണ് എടുക്കുന്നത്. വെള്ളം പോലും കുടിക്കത്തില്ല അന്നത്തെ ദിവസം. എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ദിവസം വെള്ളം പോലും കുടിക്കത്തില്ല. എനിക്കാണെങ്കിൽ ഏകാദശി എന്ന് പറയുമ്പോൾ 6 മണിക്ക് വിശക്കും, അല്ലെങ്കിൽ 8-9 മണിക്ക് വിശക്കുന്നത്. നാളെ ഏകാദശി കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങ് വിശപ്പ് പോകാൻ. അത് വയറിന്റെ വിശപ്പല്ല, മനസ്സിന്റെ വിശപ്പാണ്. ശരി. അപ്പൊ ഏകാദശി ദിവസം അംബരീഷ് രാജൻ മധുവനം, 12 വനങ്ങൾ, വൃന്ദാവനത്തിലുള്ള 12 വനങ്ങളിൽ ഒന്നായ മധുവനത്തിൽ ചെന്നിട്ട് യമുനാതീരത്ത്, യമുന ഒരു പ്രത്യേക നദിയാണ്. ഗംഗയുടെ ശാഖയാണെങ്കിൽ പോലും ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ബാല്യലീലകളെല്ലാം നടത്താൻ തെരഞ്ഞെടുത്ത നദിയാണ് യമുന. സൂര്യദേവന്റെ മകള ആര്? യമുന. യമുനയുടെ സഹോദരൻ ആരെന്നറിയാമോ? യമുനയുടെ സഹോദരൻ യമധർമ്മന്റെ അനുജത്തിയ യമുന. യമ, യമി. പാപം ചെയ്തവരെ ചേട്ടൻ ശിക്ഷിക്കും, പാപം ചെയ്തവരെ അനിയത്തി രക്ഷിക്കും. യമ, യമി, യമുന. അപ്പോൾ യമുനാതീരത്തിൽ അംബരീഷ രാജാവ് ചെന്നിരുന്ന് വെള്ളം പോലും കുടിക്കാതെ മുകുന്ദ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്മരിച്ച് ഭഗവാനെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഭാഗ്യമാണോന്നറിയില്ല, ദുർവാസാവും കൂടെ യമുനയുടെ തീരത്ത് വന്നു. നോക്കിയപ്പോൾ അംബരീഷ രാജാവ് തപസ്യ ചെയ്യുന്നു. ഈ അംബരീഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
വലിയ ദുർവാസ മുനിയെ പോലെ ഋഷിമാരെ പോലെ കഠിനമായ തപസ്യ, ഒറ്റക്കാലിൽ നിൽക്കുക, അതൊന്നും ചെയ്തിട്ടില്ല. ലളിതമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്താണ്? കണ്ണുകൊണ്ട് കണ്ടാൽ ഭഗവാന്റെ രൂപം, നാവ് ഉയർത്തി സംസാരിച്ചാൽ ഭഗവാന്റെ നാമം, ചെവി കൊണ്ട് കേൾക്കാൻ വെച്ചാൽ ഭഗവാന്റെ ലീലകൾ, കൈ ഉപയോഗിച്ചാൽ ഭഗവാന്റെ സേവനം. ഭഗവാനല്ലാതെ വേറെ ഒരു കാര്യത്തിനും അദ്ദേഹം തൻ്റെ ഇന്ദ്രിയങ്ങൾ പോലും ഉപയോഗിക്കുന്നില്ല. തുക്കാറാം എന്നൊരു ഭക്തനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തുക്കാറാം ഭഗവാന്റെ നാമത്തിൽ കൂടെ അദ്ദേഹം മറുപടി പറയുള്ളൂ. ഭൗതികമായ വാക്കുകൾ പോലും എത്ര കുറച്ച് ഉപയോഗിക്കാമോ അത്രയും. ശ്രീബുദ്ധൻ പറഞ്ഞു, ഒരു ദിവസം 100 അക്ഷരം മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്നവൻ യോഗി അത്ര. ഒരു യോഗി ഒരു ദിവസം എത്ര അക്ഷരം സംസാരിക്കും? 100. നമ്മൾ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ അതൊക്കെ കടത്തി വെട്ടി. 100 അക്ഷരം മാത്രം സംസാരിക്കുന്ന യോഗികൾ. അപ്പോൾ തുക്കാറാം ഭൗതികമായി അധികം സംസാരിക്കില്ല. ആരെങ്കിലും തുക്കാറാം കഴിച്ചോ? ഗോവിന്ദ ഗോവിന്ദ. സുഖാണോ? ഗോവിന്ദ. എല്ലാം ദൈവത്തിന്റെ നാമത്തിൽ കൂടെ തന്നെ മറുപടി പറയും. അങ്ങനെ ഒരു മഹാഭക്തരാണ് ഇദ്ദേഹം. ആരാ? അംബരീഷ് രാജാവ്. തൻ്റെ സർവത്ര ഇന്ദ്രിയങ്ങളും ഭഗവത് സേവയ്ക്ക് മാത്രം. അങ്ങനെ അംബരീഷ് രാജാവ് യമുനാ തീരത്ത് ഏകാദശി വ്രതവും അനുഷ്ഠിച്ചിട്ട് പാരണ വീട്ടാൻ, അത് മുറിക്കാനുള്ള സമയമായി. അത് ഈ ജ്യോതിഷന്മാർ അതൊക്കെ കണക്ക് കൂട്ടി, സൂര്യോദയം തൊട്ട് ഇത്ര മിനിറ്റ് ഇത്ര നാഴിക കണക്ക് കൂട്ടി തൻ്റെ ഉപവാസം മുറിക്കാൻ കയ്യിൽ 3 തുളി വെള്ളവും എടുത്തിട്ട്, അധികമൊന്നല്ല, എത്ര വെള്ളം? 3 തുളി. അതെടുത്ത് വെച്ച് കുടിക്കാൻ പോയപ്പോൾ, അമ്പലത്തിൽ പോയാൽ തീർത്ഥം കിട്ടാറില്ലേ അല്ലേ? അത് മഹാഭാഗ്യം. അകാല മൃത്യുഹരണം സർവവ്യാധി വിനാശനം വിഷ്ണുപാദോദകം പീത്വാ പുനർജന്മനാ വിദ്യത്തെ. തീർത്ഥം എന്താണ്? അത് ഭഗവാനെ അഭിഷേകം ചെയ്ത വെള്ളമാണ്. അത് കുടിച്ചാൽ അകാല മൃത്യുഹരണം, അകാല മൃത്യു ഉണ്ടാവുകയില്ല. സർവവ്യാധി വിനാശനം, എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും. വിഷ്ണുപാദോദകം പീത്വാ, ഭഗവാനെ അഭിഷേകം ചെയ്ത ആ വെള്ളം കുടിച്ചാൽ പുനർജന്മനാ വിദ്യത്തെ, വീണ്ടും ജനിക്കേണ്ടി വരില്ല. അപ്പൊ തീർത്ഥമൊക്കെ കിട്ടുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോ ഇദ്ദേഹം 3 തുളി വെള്ളവും എടുത്ത് കയ്യിൽ വെച്ചിട്ട് അംബരീഷ് രാജാവ് കുടിക്കാൻ തയ്യാറായപ്പോ ദുർവാസാവ് വന്നു. ആഹാ, അംബരീഷ ഏകാദശി വ്രതം മുറിക്കാണല്ലേ? അതെ അതെ, ഞാനും കൂടെ ഉണ്ട്, ഇപ്പൊ വരാൻ കുളിച്ചിട്ട് എന്ന് പറഞ്ഞ് യമുനയിൽ കുളിക്കാൻ ഇറങ്ങി. ചില കുഞ്ഞുങ്ങളുണ്ട്, വെള്ളം കണ്ടാൽ പിന്നെ തിരിച്ചു വരത്തില്ല അല്ലേ? ചില വീട്ടിലൊക്കെ കുട്ടികളെ കുളിപ്പിക്കാൻ ആ ബക്കറ്റിലും ടബിലും നീന്തി നീന്തി ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരില്ല. കുഞ്ഞുങ്ങൾ ടബ് വെള്ളത്തിൽ നിന്ന് വെളിയിൽ വരില്ല, ആണുങ്ങൾ കുപ്പി വെള്ളത്തിൽ നിന്നും വെളിയിൽ വരില്ല. ചുരുക്കത്തിൽ എല്ലാവരും വെള്ളത്തിൽ കുടുങ്ങി കിടക്കുക. ദുർവാസാവ് ഇറങ്ങിപ്പോയി യമുനയിൽ പോയി നീന്താനും കുളിക്കാനും തുടങ്ങി. സമയത്തിന് വന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് സമയത്തിന് ഇറങ്ങില്ല. അങ്ങനെ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും. അപ്പൊ ദുർവാസാവും വന്നില്ല. നോക്കിക്കോളൂ സമയത്തിന്റെ പ്രാധാന്യം. ദുർവാസാവ് സമയത്തിന് പോകാത്ത മഹായുദ്ധം തന്നെ നടന്നു. അംബരീഷ് രാജൻ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന്, ശരി പാരണ വീട്ടാം, അത് നശിപ്പിക്കേണ്ട, വ്രതത്തിന്റെ ഫലം നഷ്ടപ്പെടുത്തണ്ട, അതിന്റെ മഹിമ ഇല്ലാതാക്കണ്ട, 3 തുളി വെള്ളം എടുത്ത് കുടിച്ചു. അംബരീഷ് ദുർവാസാവ് വന്നു, ഞാനില്ലാതെ നീ വ്രതം മുറിച്ചു. അത്ര തന്നെ അവർക്ക് ദേഷ്യം വരാൻ കാരണമേ വേണ്ട. ഉടനെ മുഖം ചുവന്നു, കണ്ണുകൾ ചുവന്നു, ശരീരം വിറച്ചു. ക്ഷിപ്രകോപികൾ, മുൻകോപികൾ, ഷോർട്ട് ടെമ്പർ. അങ്ങനത്തെ ആരെങ്കിലും നമ്മുടെ ഭക്ത സമൂഹത്തിലുണ്ടോ? തൊട്ടാ പിടിച്ച ദേഷ്യം, വന്നാ പോയ ദേഷ്യം. ആരും എല്ലാരും വൈകുണ്ഠത്തിൽ നിന്ന് വന്നിരിക്കുക. കുറെ ആൾക്കാരാണ്. ചിലർ വിചാരിക്കാം ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടാൽ എനിക്ക് പ്രാധാന്യം കൂടുതലാണ്. നിങ്ങൾ സിനിമയൊക്കെ കാണുമല്ലേ? സിനിമയിലെ കഥാപാത്രം നായകനെ കാണിക്കുമ്പോൾ ദേഷ്യക്കാരനായി. അതായത് അവർ വിചാരിക്കണം
ദേഷ്യപ്പെട്ടാൽ എന്തോ ഉയർന്ന സംഭവം. അങ്ങനെ ഒന്നല്ല. തൻ്റെ കാമക്രോധാദികളെ നിയന്ത്രിക്കാൻ അറിയാത്തവന് ആത്മീകം പറഞ്ഞിട്ടേയില്ല. അതായത് ഋഷിമാരെയും മഹാരാജ എന്ന് വിളിക്കും. വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ സന്യാസിമാരെയും മഹാരാജ എന്ന പദം ഉപയോഗിച്ച് വിളിക്കും. എന്തിനാ? അവർ നാട് ഭരിക്കുന്ന രാജാക്കന്മാരല്ല, സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച രാജാക്കന്മാരാണ്. നമ്മളെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അടിമകളാണ്, അല്ലേ? ഇപ്പൊ നമ്മളിതെല്ലാം സംസാരിക്കുന്നു. അവിടെ ഇരുന്ന് ഒരു ന്യൂസ്, ഇപ്പൊ വന്ന ചൂട് പാൽപ്പായസവും ബജ്ജിയും തരാം, ആ പകുതി പേര് അവിടെ കാണൂല, അല്ലേ? അപ്പൊ നമ്മളെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവരെ മഹാരാജ എന്ന് പറയാറുണ്ട്. ദുർവാസാവ് വന്നു, ദേഷ്യം അങ്ങോട്ട് പോയി. ഈ ദേഷ്യം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നശിപ്പിക്കും. നമ്മൾ ഉണ്ടാക്കിയ സർവ്വതും. 1 മിനിറ്റ് ദേഷ്യപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൽ 12 നിമിഷമാണ് ഞാൻ ഇല്ലാണ്ടാക്കുന്നത്. 12 നിമിഷം ഞാൻ നശിപ്പിക്കും. ഇന്നത്തെ ദിവസം 12 മിനിറ്റ് നശിപ്പിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്നത്തെ ദിവസം 12 മിനിറ്റ് കുറേ പേരുണ്ട്. ഒരു തവണ ദേഷ്യപ്പെടുമ്പോൾ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. കൃഷിക്കാരൻ ഇങ്ങനെ കിടന്നിട്ട് ഭാര്യ എടുത്ത് കഥ പറയാം. ഒരു പശു മേടിച്ചു. ഈ പശു രാവിലെ 10 ലിറ്റർ പാല് കൊടുത്തു, സന്ധ്യയ്ക്ക് 8 ലിറ്റർ പാല് കൊടുത്തു. ഈ പാലെല്ലാം വിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാശ് കിട്ടും, ഞാൻ 2ഉം 3ഉം പശു ഒക്കെ മേടിക്കും. ഭാര്യ പറഞ്ഞു, ഒരു പശുവിനെ കെട്ടാനേ സ്ഥലമില്ല. ഇപ്പം അവിടെ എത്ര പശു ഉണ്ട്? യഥാർത്ഥത്തിൽ ഒരു പശു. അപ്പം ഈ 3ഉം 4ഉം പശുക്കളൊക്കെ വന്ന് എവിടെ കെട്ടും? അത് ശരിയാണല്ലോ, എവിടെ കെട്ടും? ഭാര്യ പറഞ്ഞു, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അമ്മയുടെ പറമ്പ് തൊട്ടടുത്തല്ലേ, അവിടെ കൊണ്ടുപോയി കെട്ടാം. ഭർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെയും വിശ്വാസമില്ല, നിൻ്റെ അമ്മയെയും വിശ്വാസമില്ല. നിൻ്റെ അമ്മയുടെ പറമ്പിലൊന്നും ഞാൻ കൊണ്ടുപോയി പശു കെട്ടത്തില്ല. ഉടനെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ വീട്ടുകാരുടെ കുടുംബക്കാരെ പറയുന്നത് പണി ശരിയാവില്ല. ഞാൻ പറയും, നീ എന്ത് ചെയ്യും? തമ്മിൽ അടിയാൽ ഇവർ തമ്മിൽ. ഈ അടിയും ഒച്ചപ്പാടും ബഹളവും ശബ്ദമെല്ലാം കേട്ടിട്ട് അപ്പുറത്തെ വീട്ടുകാരൻ വന്ന് ചോദിച്ചു, എന്താ പറ്റിയ? ഇവർ കഥ മുഴുവനും പറഞ്ഞു. അയാൾ ഒരു ചൂരലെടുത്ത് 2 തല്ലി. എന്തിനാ ഞങ്ങളെ തല്ലുന്നത്? അല്ല, നിന്റെ പശുക്കളെല്ലാം എൻ്റെ പറമ്പിൽ കയറി കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ എത്ര പശുവുണ്ട്? പറഞ്ഞു വന്നപ്പോൾ എന്തായി? ഇതാണ് മായ. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് ചൊല്ലിയുള്ള വഴക്ക്. നമ്മൾ വഴക്കുണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു തവണ ഞാൻ കുറച്ച് നിരാശയായപ്പോൾ എൻ്റെ ഗുരുദേവൻ ഒരിക്കൽ പറഞ്ഞു, മാക്സിമം എന്ത് സംഭവിക്കും? നീ ഉദ്ദേശിച്ചതെല്ലാം നശിച്ചു പോകും, അത്രയല്ലേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ലല്ലോ. ചിരിച്ചോണ്ട് പോവാം. മാക്സിമം പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പദ്ധതികളൊക്കെ പോയി, ഇല്ലേ? വിചാരിച്ചത് അത്ര വേറെ ഒന്നും സംഭവിക്കില്ലല്ലോ. കൂടിപ്പോയാൽ ഒരു ദിവസം കാറ്റ് പോകും, അത്ര. നമ്മൾ കാരണം മറ്റുള്ളവർ സദ്യ കഴിച്ച് സന്തോഷത്തിൽ വീട്ടിൽ പോകും. ഒന്നുമേ ഇല്ല. ഈ ശരീരത്തിലിരുന്ന് പ്രാണൻ പോകുന്നതെല്ലാം പ്രകൃതിക്ക് നിമിഷ നേരമാണ്. ഒരു കുഞ്ഞു വയറ്റിലിരുന്ന് വെളിയിൽ വന്ന ഉടനെ ആ പൊക്കിൾ കൊടി അങ്ങ് വെട്ടും. ഉപനിഷത്തിൽ ചോദ്യം, ആരാ നിനക്കിതെല്ലാം ജീവൻ തന്നത്? നീ ഞാൻ 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 എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നുണ്ടല്ലോ, നീ എന്ത് കൊണ്ടുവന്നു? ആ കുഞ്ഞിനെ അങ്ങെടുത്ത് നർസ് തല കുത്തനെ പിടിക്കും. ജഡമാണ് ആ കുഞ്ഞ്. കാരണം ആ കുഞ്ഞ് ഇത്രയും ദിവസം പൊക്കിൾ കൊടിയിൽ കൂടെയാ ശ്വസിച്ചത്, ലിക്വിഡ് ഓക്സിജൻ. പൊക്കിൾ കൊടിയിൽ കൂടെയാ ഭക്ഷണം കഴിച്ചത്. അമ്മയുടെ ഇതിൽ ഇത് കണക്റ്റായി. ഈ കുട്ടി പുറത്ത് വന്ന ഉടനെ പൊക്കിൾ കൊടി കട്ട് ചെയ്തപ്പോൾ എന്താ? ഇത് ജഡം, ഇതിന് ജീവനില്ല, ഇത് വെറും ജഡം. നർസ് എന്ത് ചെയ്ത്? തൂക്കി തല കുത്തനെ പിടിച്ച് 2 അടി ബാക്കിൽ കൂടെ ആടിക്ക് ഒരു കുലുക്കും ആദ്യത്തെ ശ്വാസം എടുത്തു. ഈ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്തത് ആരാ? ഞാൻ എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഭഗവാൻ വിചാരിച്ചു ആ ജീവൻ ശ്വസിക്കട്ടെ, ശ്വസിച്ചു, അത്രയേ ഉള്ളൂ. ആ നിമിഷ നേരം കൊണ്ട് വന്ന ശ്വാസം
തിരിച്ചു പോകാനും എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഞങ്ങളുടെ ആശ്രമത്തിൽ വരുന്ന ഒരാൾ, അയാൾക്ക് ഫാനിൻ്റെ കടയുണ്ടായിരുന്നു. ചൂട് കാരണം ഞാൻ വിളിച്ച് ചോദിച്ചു ഫാനിന് എത്രയാ വില. ഒരു വില പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര വർഷം ഗ്യാരണ്ടി? ഞാനായതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, പ്രഭു നമുക്കേ ഗ്യാരണ്ടി ഇല്ല, പിന്നെയാണോ ഫാൻ? ഞാൻ പറഞ്ഞു ഞാനായതുകൊണ്ട് കൊള്ളാം, നാട്ടുകാരെടുത്ത് പറഞ്ഞാൽ ഫാനും മേടിക്കില്ല. ശരിയാ, എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഈ ശ്വസിക്കട്ടെ എന്ന് പറഞ്ഞ പ്രാണൻ വരാനും പോകാനും നിമിഷ നേരം മതി. ഇതിനകത്ത് ദേഷ്യപ്പെട്ട് എന്ത് നേടാൻ? ദുർവാസാവിന് ദേഷ്യം വന്നു. ഞാൻ വരുന്നതും കൂടെ വകവയ്ക്കാതെ നീ പാരണ വീട്ടി ദേഷ്യം വന്ന് എന്ത് ചെയ്തു? ജടാമുടി. ഈ മുനിമാരെല്ലാം ജടയുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ജട. ഈ ജടാമുടിയൊക്കെ പിഴുത് തലയിൽ നിന്ന് പറച്ചെടുത്ത് ദുർവാസ അതിനെ നിലത്തടിച്ചു. അടിച്ചപ്പോൾ ഒരു ഭീകര സത്വം, അഗ്നി. ആരെ കൊല്ലാൻ വന്നു? അംബരീഷനെ കൊല്ലാനായിട്ട് വന്നു. അംബരീഷൻ പ്രതികരിച്ചില്ല. ഇതുകൊണ്ടാണ് എൻ്റെ മരണമെങ്കിൽ അതും ഒരു ഏകാദശി ദിവസം എനിക്ക് ഭരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. തലയും കുനിഞ്ഞു നിന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നിമിഷ നേരത്തിനകം അവിടെ സുദർശനം പ്രത്യക്ഷമായി. സുദർശന ചക്രം പ്രത്യക്ഷമായി ആ സത്വത്തിനെ വധിച്ച് ദുർവാസാവിനെ കൊല്ലാൻ ഓട്ടിച്ചു. ദുർവാസാവ് ഓടിത്തുടങ്ങി. എവിടെ? 14 ലോകം. ഈ മാരത്തോൺ റേസ് കണ്ടിട്ടുണ്ട്, തീപ്പന്തം പിടിച്ച് ആദ്യം ഓടിയ ദുർവാസാവ്. തുടങ്ങി അങ്ങോട്ട് ഇന്ദ്രലോകത്ത് ചെന്ന് ഇന്ദ്രന്റെ അടുത്ത് ദേവേന്ദ്രൻ പറഞ്ഞു, ഈ കളിയിൽ ഞാനില്ല, വേറെ എവിടെയെങ്കിലും പോയിക്കോളൂ, ഇവിടെ വരണ്ട. ശിവന്റെ അടുത്ത് പോയി. ശിവൻ പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കുമായിരുന്നു, സുദർശനമായതുകൊണ്ട് ഞാൻ രക്ഷിക്കുന്നില്ല. കാരണം സുദർശനം ഭഗവാന്റെ, അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയിക്കോ. ഭഗവാന്റെ അടുത്ത് പോയപ്പോൾ അതുവരെ കണ്ണും തുറന്നിരുന്ന ഭഗവാൻ തിരിഞ്ഞങ്ങോട്ട് കിടന്നു. ദുർവാസാവ് ചെന്ന് ചോദിക്കുക. ഭഗവാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടല്ല സുദർശനം വന്നത്, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പുറത്തു വന്നതാണ്. അതിമനോഹരമായ ഒരു ശ്ലോകം ദുർവാസാവ് ചോദിക്കുന്നു ആ നാരായണന്റെ അടുത്ത്, അങ്ങയ്ക്ക് ഹൃദയമില്ലേ, കല്ലാണോ ഉള്ളത്? ഉടനെ ഭഗവാൻ പുഞ്ചിരി തൂകി പറഞ്ഞു, ശരിയാണ് ദുർവാസ, എനിക്ക് ഹൃദയമില്ല, എൻ്റെ ഹൃദയം അംബരീഷന്റെ കയ്യിലാണ്. തിരിച്ച് തുടങ്ങിയ സ്ഥലത്ത് തന്നെ പൊക്കോളാൻ പറഞ്ഞു. ദുർവാസാവ് മുഴുവൻ വട്ടവും അടിച്ച് അവസാനം എവിടെ എത്തി? ഭഗവാന്റെ അംബരീഷന്റെ പാദത്തിൽ വന്നപ്പോൾ അംബരീഷന് കുറ്റബോധമായി. ഞാൻ കാരണം ദുർവാസാവിന് ഇത്ര ബുദ്ധിമുട്ട് വന്നല്ലോ എന്ന് മാപ്പ് ചോദിക്കുമ്പോൾ ദുർവാസാവ് അംബരീഷന്റെ അടുത്ത് മാപ്പ് ചോദിച്ചു. അംബരീഷൻ ദുർവാസാവിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചു. വ്യാസമഹർഷി പറയുന്നു, ഭഗവാനെ ഹൃദയത്തിൽ പിടിച്ചു വെക്കാൻ ഒരു സർക്കസും വേണ്ട. ഭഗവാൻ എന്ത് പറഞ്ഞു? എൻ്റെ ഹൃദയം എൻ്റെ അടുത്തല്ല, എൻ്റെ ഹൃദയം ആരുടെ അടുത്താണ്? അംബരീഷന്റെ അടുത്ത്. ലളിതമായ ജീവിതം, കിട്ടുന്നത് കൊണ്ട് കഴിക്കുക, പിന്നെ നാമം ചൊല്ലുക, കഴിയുന്ന സേവനം ദൈവത്തിനായി ചെയ്യുക. ആരെടുത്തും വഴക്കിനും കുറ്റം പറയാനും പരദൂഷണത്തിനും വിമർശനത്തിനും ഒന്നും പോകരുത്. ഇത്രയും ചെയ്താൽ ഭഗവാൻ വന്ന് ആ ഭക്തന്റെ ഹൃദയത്തിലുണ്ടാകും. നിങ്ങളെല്ലാവരും പൂന്താനത്തിന്റെ ജന്മനാട്ടിൽ പോയിട്ടുണ്ടോ? ഏതാ സ്ഥലത്തിന്റെ പേര്? പൂന്താനത്തിന്റെ ജന്മസ്ഥലം. അവിടെ ഒരു കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമുണ്ട്. ജന്മസ്ഥലം ഏതാ? അതായത് പൂന്താനം ഒരു ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറഞ്ഞു, വയസ്സായി, ഇനി എല്ലാ ഏകാദശിക്കും പതിവ് പോലെ വരാൻ സാധിക്കില്ല, ഈ വരവാണ് എൻ്റെ അവസാനത്തെ വരവ്. സങ്കടം കൊണ്ട് ഹൃദയം പൊട്ടി കരയാ പൂന്താനം. തിരിച്ചദ്ദേഹം കാളവണ്ടിയിൽ കയറി കരഞ്ഞു പോവാ. ഇനി ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കില്ല, കാരണം പ്രായമായി. ഈ ശരീരം വെച്ച് ഇത്രയും ദൂരം എല്ലാ ഏകാദശിക്കും ഗുരുവായൂരിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടാ എന്ന് വിഷമിച്ചിട്ട് കരഞ്ഞു പോകുമ്പോൾ ഈ കാളവണ്ടിയുടെ ബാക്കിലിരുന്ന് ഒരു ശബ്ദം, വിഷമിക്കേണ്ട, ഞാനും കൂടെ ഉണ്ടെന്ന്. പൂന്താനം തിരിഞ്ഞു നോക്കി, ഗുരുവായൂരപ്പൻ കാളവണ്ടിയിലിരിക്കുക. പൂന്താനത്തിൻ്റെ കൂടെ പോയി. ഇന്നും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പൂന്താനത്തിൻ്റെ ഇല്ലത്തിൻ്റെ മുമ്പേ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട്. ആ വിഗ്രഹം ഒരു ആശാരിയോ ശില്പിയോ പണിതതല്ല, ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ കൂടെ വന്ന വിഗ്രഹമാണ്. ഏതാ സ്ഥലത്ത്? അമ്പലപ്പുഴയല്ല, പെരിന്തൽമണ്ണ. അതന്നെ ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങാടിപ്പുറം.
അപ്പൊ അമ്പലത്തിൽ ആ തിരുമാന്താംകുന്ന് അല്ലേ? കറക്റ്റ്. അവിടെ നമ്മൾ റോഡിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് താഴ്ന്ന പ്രദേശത്തെ അമ്പലം കാണാം. ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ കൂടെ കാളവണ്ടിയിൽ പോയ ഇതാണ്. ഇതെല്ലാം സത്യം. ഇത് എന്നോ നടന്ന ചരിത്ര പുരാണ കഥയല്ല. വെറും 300 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നതാണ്. സിമ്പിൾ. ഭക്തി എന്ന് പറയുന്ന നാമം ചൊല്ലുക, കഴിയുന്ന സേവനം ദൈവത്തിനായി ചെയ്യുക, ആരെടുത്തും പരദൂഷണം വഴക്കിനൊന്നും പോകരുത്, പറ്റുന്ന സേവനം ചെയ്യുക, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഗോവിന്ദ ജയ ജയ